friends, welcome back to my channel Gina's Yummy Treats. So ഞാൻ ജീന ഇപ്പം തണുപ്പ് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുടിക്കാൻ സൂപ്പൊക്കെ നല്ല എനർജറ്റിക്കും നല്ല ഹെൽത്തിയുമാണ്. സോ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ബ്രോക്കോളിയുടെ സൂപ്പ്. ബ്രോക്കോളിയും ആൽമണ്ട്സും കൂടിയിട്ട് നല്ല ഹെൽത്തി ആയ ഒരു സൂപ്പ്. നല്ല ഫ്രഷ് ആയ ബ്രോക്കോളിയുടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയ സൂപ്പ് ഉണ്ടാക്കാം. ആദ്യമേ ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഏത് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബട്ടർ, നിങ്ങൾക്ക് ഒലീവ് ഓയിലും യൂസ് ചെയ്യാം. സോ ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഞാൻ ഇവിടെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉള്ളി റഫ്ലി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം വഴറ്റി എടുക്കണം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻറ്റ് ആയാൽ മതി. ഓണിയൻ്റെ ഒരു കളർ ജസ്റ്റ് സ്ലൈറ്റ്ലി ഒന്ന് മാറാൻ തുടങ്ങിയപ്പോൾ മതി. അത്രയും നേരം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ശരി, നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. ഇതിൻ്റെ ഓണിയൻ്റെ സ്ലൈറ്റ്ലി കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഞാനൊരു 500 ml വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് നല്ലോണം ബോയിലായി കിട്ടണം. നമുക്കിതൊന്ന് അടിച്ച് വെച്ച് വെള്ളം നല്ലോണം ബോയിലാക്കി എടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോടെ ഞാൻ ബ്രോക്കോലി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. എനിക്ക് ഒരു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ആൽമണ്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 to 6 ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇനിയും ബ്രോക്കോലി അടിച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം. ഒരു 2 to 3 minutes മതി. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രോക്കോലി ഒന്ന് വെന്ത് കിട്ടും. അതുവരെ നമുക്ക് അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 2 to 3 minutes കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഇതെൻ്റെ ബ്രോക്കോളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈസിലി നമുക്കത് ബ്രേക്ക് ചെയ്യാം. ഇത് നമുക്കൊരു സ്റ്റെയിനിലോട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇതൊന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ പേസ്റ്റ് റെഡിയാക്കാം. ഇതിപ്പോൾ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ജാറിനകത്തിട്ട് നല്ലൊരു പേസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ തന്നെ സ്റ്റോക്ക് നമുക്ക് കുറച്ച് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം, ഒന്ന് ജ്യൂസ് ആകാൻ വേണ്ടി. നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. വേണ്ട നല്ല പേസ്റ്റായിട്ട് ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഒരു 1/2 കപ്പ് മിൽക്ക് ഞാനിവിടെ എടുക്കുന്നത്. 1/2 കപ്പ് മിൽക്ക് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ അതുകൊണ്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. സോ നമുക്ക് ഈ പാല് കണ്ടിന്യൂസ്ലി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഇത് തിക്ക് ആവുന്ന വരെ. പാലൊന്ന് സ്ലൈറ്റ്ലി തിക്കായിട്ടുണ്ട്. വേണ്ട നിങ്ങൾക്ക് കാണാം. ഈ സമയത്ത് പേസ്റ്റ് റെഡിയാക്കിയ അതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റോക്ക് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ജാറിനകത്തിട്ട് നമുക്ക് നമ്മുടെ റിമൈനിങ് മിക്സ്ചർ മോഡ് ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അത് നല്ലോണം മിക്സാക്കി എടുക്കണം. സോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി വേണമായിരുന്നു. അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 1 മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ പോവാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ കുറച്ച് ക്രീം ഒഴിക്കാൻ പോവാം. നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം.
നല്ല ടേസ്റ്റി ആയ ബ്രോക്കോളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ അതെ, നല്ല ഹെൽത്തി ആയ ഒരു സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റിച്ച് ഇൻ ഫ്ലേവർ ആസ് വെൽ ആസ് വെരി ഹെൽത്തി. വിന്റർ സീസണിലും പിന്നെ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുടിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡിഷ് ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ്സ് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് സെക്ഷൻ ഷുവർ ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് ഷുവർ ആയിട്ട് പറയുമോ, ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ. സോ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. ഇത് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.